GS അക്കാഡമിയിൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് എനിക്ക് ഇവിടുത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇക്കിഗൈനെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചത്. നമുക്കൊരു തേൻ എന്ന് പറഞ്ഞാൽ ഒരു തേനീച്ചയുടെ മാലിന്യമാണ്. പക്ഷേ ആ തേനിന് വല്ലാത്തൊരു മാധുര്യമാണ്. ഇതുപോലെ നമ്മളെ മനുഷ്യനും ഒരു മാധുര്യമുള്ളൊരു സംഭവമുണ്ട്. അതിനാണ് ഇക്കിഗായി എന്ന് പറയാം. നമ്മളൊരു ദിവസം വളരെ ആവേശത്തോടെ എഴുന്നേൽക്കുകയാണ് അല്ലേ. ഒരു ദിവസം ആവേശത്തിലേർക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു, വളരെ ഉറങ്ങിയും ക്ഷീണിച്ചും ആണ് ഇറങ്ങുക. പക്ഷെ നമ്മളൊരു ദിവസം വളരെ ആവേശത്തോടെ ഉണരാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്ത് രസമായിരിക്കും. കുഴപ്പമാണ് നമ്മൾ ഇക്കിഗായി എന്ന് പറഞ്ഞാൽ. ഒരു ജാപ്പനീസ് കൺസെപ്റ്റാണ് ഇക്കിഗായി എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒരു മനുഷ്യന് ഒരു ദിവസം ജീവിക്കാൻ അർത്ഥം നൽകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഉന്മേഷവും ഇല്ലാതെ അങ്ങോട്ട് എഴുന്നേറ്റു, നമുക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല. കുറേ റീൽസും തോണ്ടി കുറേ എന്തെങ്കിലുമൊക്കെ കണ്ട് അങ്ങനെ ജീവിച്ചു പോകും. മറിച്ച് നമ്മൾ രാവിലെ എഴുന്നേൽക്കുകയാണ്, എൻ്റെ ജീവിതത്തിനൊരു അർത്ഥമുണ്ട്, എനിക്ക് എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യത്തിന് വളരെ മഹിമയുണ്ട്, ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് അതുകൊണ്ട് സാമ്പത്തികമായിട്ടും മറ്റൊക്കെ ഗുണം കിട്ടും എന്നുള്ളൊരു കാര്യം കണ്ടെത്തുന്ന ഇക്കിഗായി. ഇവർ ഈ GS അക്കാഡമി മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യം തന്നെ കുട്ടികളുടെ ഇക്കിഗായി കണ്ടെത്തി കൊടുത്തിട്ട് അതിനെ പരിപോഷിപ്പിച്ചിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. നമുക്ക് അതിനെപ്പോഴും ഒരു ക്ലാപ്പ് കൊടുക്കേണ്ടതാണ്. ഈ ഇക്കിഗായിക്ക് 4 പില്ലേഴ്സാണുള്ളത്. ഒന്നെന്താണ്? വാട്ട് യു ലവ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വ്ളോഗ് ക്രിയേറ്റ് ചെയ്യുക, കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഇതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു മുഷിപ്പുണ്ടാക്കുന്ന കാര്യമല്ല. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അത് എനിക്ക് ഹാപ്പിനെസ് നൽകുന്നുണ്ട്. നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ അത് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഹാപ്പിനെസ് ഒന്നും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, മെഡിക്കൽ കണ്ടൻറ്റ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് എന്താക്കും, ഹാപ്പിനെസ് കൊണ്ടുവരുന്നത് മാത്രമല്ല, എനിക്കിത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കോഴ്സൊക്കെ നമ്മൾ കുറച്ച് സമയം കൊണ്ട് നമ്മൾ പൂർത്തീകരിച്ചത്. നമുക്ക് ആ ചെയ്യാനുള്ള സ്കില്ല് നമ്മൾ നേടിയെടുത്തുകൊണ്ട് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള നമ്മുടെ സ്ട്രെങ്ത്തുകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി അടുത്തത് മൂന്നാമത്തെ ആയിട്ടുള്ള എന്താണ്, വാട്ട് ദ വേൾഡ് നീഡ്സ് എന്നാണ്. നമ്മൾ ഇവർ വേണ്ട ഇക്കിഗായി. ലോകം എന്താണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാൻ ഒരുപാട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട്, ഡോക്ടറെ നിങ്ങളെ കണ്ടൻറ്റ് കണ്ടിട്ട് ഞങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കി. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികളൊക്കെ അവർ ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പം അത് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരും. അതാണ് ലോകം അതാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, അത് കാണുന്ന ശ്രോതാവിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ലോകം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതും വേണം. ഇനിയിപ്പോൾ എന്താണ്, നമുക്ക് പേയ്മെൻറ്റും വേണമല്ലോ. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്തിട്ട് ഇപ്പോൾ കുട്ടികൾ ഇതുപോലെ അക്കാഡമിയിലൊക്കെ പഠിച്ചിറങ്ങിയിട്ട് അതവിടെ വെറുതെ പഠിച്ചിങ്ങനെ കാണിച്ചു കൊടുത്താൽ മാത്രം പോരാ. അതിലൂടെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള മെച്ചൂർഡിയും കിട്ടണം. അതിന് നമുക്ക് എന്ത് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾക്ക് ഈ ഇക്കിഗായി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. പലരും കുട്ടിക്കാലത്തൊക്കെ ഇക്കിഗായി ഉണ്ടായിട്ടുണ്ടാവും, അത് ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലത്തുള്ള ഒരുപാട് ട്രെയിനേഴ്സിൻ്റെ അണ്ടറിൽ നമുക്ക് എന്താ ചെയ്യുക, ഈ ഇക്കിഗായി പുറത്തെടുക്കാൻ. അത് സാബു മാഷ് പ്രശസ്തനായിട്ടുള്ള സൈക്കോളജിസ്റ്റാണ്. ഇക്കിഗായി കണ്ടെടുത്തി കൊടുക്കാൻ വേണ്ടി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പലപ്പോഴായിട്ട് ക്ലാസ് എടുക്കാൻ വരുന്നൊരു അധ്യാപകനാണ്. വേറെ ഒരുപാട് അധ്യാപകരുണ്ട്, പല സ്ഥാപനങ്ങളുണ്ട് ഇങ്ങനത്തെ അധ്യാപകർ. സേവ് മൈൻഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇല്ലേ മാഷേ? ഇല്ലേ, നിങ്ങളതിൻ്റെ ഉദ്ദേശം വെക്കുന്നത് കുട്ടികൾ ഇക്കിഗായി കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും സേവ് മൈൻഡ് ഫൗണ്ടേഷനിലൊക്കെ ഐഡിയാസ് അതാണ്. ഈ ഇക്കിഗായിൽ നമ്മൾ ജീവിച്ചാൽ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്? നമുക്ക് ഒരുപാട് കാലം കൂടുതൽ ആയുസ്സോടെ ജീവിക്കാൻ പറ്റും. നമ്മളെ മനസ്സിന് സമ്മർദ്ദങ്ങൾ കുറവായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ബോറടിയല്ല, അത് മാനസിക സമ്മർദ്ദങ്ങൾ കുറക്കാനാണ് ചെയ്യുക. പിന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തരാവാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം നമ്മൾ അനുഭവിച്ചാൽ നമ്മൾ എന്തിന് ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ ഇക്കിഗായി എന്ന് പറഞ്ഞാൽ അത് കേവലം പണം മാത്രമല്ല, ഒരു പ്രശസ്തിയും മാത്രമല്ല, അത് മനുഷ്യൻ്റെ ശാന്തിയും ലക്ഷ്യവും നമ്മുടെ സമൂഹത്തിന് നൽകുന്ന വലിയൊരു സംഭാവനയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു അക്കാഡമിയെ ഇത്തരമൊരു കാര്യം പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചതിനും ഇത്തരം ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അല്ലേ മാഷേ? പ്രത്യേകിച്ച് നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മളെ ഇക്കിഗായി കണ്ടെത്തി അതിൽ നമ്മൾ ജീവിക്കുക. ഓക്കെ.